സ്നേഹം നിറഞ്ഞ വൈദിക പിതാക്കന്മാരെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, നമുക്കൊരുമിച്ച് ഒരു സമർപ്പണ ഗാനം വിശുദ്ധ കുർബാനയിലെ ഹൂത്തോമോയുടെ ഒരു ഭാഗമാണ്. നമുക്കൊരുമിച്ച് ഭാഗം. എന്നെ തന്നെ സന്നിധിയിൽ താഴ്ചയാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമത അർപ്പിപ്പാനും കൃപ ആത്മശരീര എന്നോട് തിരുമുൽ കാഴ്ചകളെ താപസുധാശ്വാസപ്രദനെ അൻപോടു കൈക്കൊണ്ടേടണമേ. നമ്മുടെ തലകൾ വണങ്ങി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയത്രേ ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും തക്കവണ്ണം ഞാൻ നിങ്ങളെ നിയമിച്ചുമിരിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, പരിശുദ്ധ സഭയുടെ ആകമാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെയും നിൻ്റെ വിളിയെയും കുറിച്ച് അവിടുന്ന് തന്നെ കൽപ്പിച്ചിട്ടുള്ള നിൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ഈ വാക്യം, ദൈവമേ ദൈവമേ, വൈദികൻ്റെ കുടുംബത്തിന് അടിത്തറ പാകുവാൻ, വൈദികൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആക്കം കൂട്ടുവാൻ, അവരുടെ ജീവിത പങ്കാളികളായി ദൈവമേ നീയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. മനുഷ്യൻ്റെ ആലോചനയല്ല, പിന്നെയോ നിൻ്റെ ആലോചനയും നിൻ്റെ തീരുമാനവും മാത്രമാകുന്നു. ഒരു വൈദികൻ്റെ ജീവിത പങ്കാളിയാകുവാനുള്ള ഭാഗ്യം, നിയോഗം, അത് നീ തന്ന നിയോഗമാണ്. അതിനെ അവിടുത്തെ കുടുംബമായി മോബ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. ഞങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് വളരെ വിലപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവബോധവും സമർപ്പണവും അവിടുത്തെ മക്കളായ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ കുറ്റക്കാരാണ്, ഞങ്ങൾ വീഴ്ചക്കാരാണ്. ഞങ്ങളെ കുറവില്ലാത്തവരായി, കുറ്റമില്ലാത്തവരായി ഞങ്ങളുടെ ജീവിത പങ്കാളിയായ വൈദിക പിതാവിനോട് ചേർന്ന് ഇടവക ശുശ്രൂഷയും സഭാ ശുശ്രൂഷയും കുടുംബത്തിൻ്റെ ശുശ്രൂഷയും ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ഞങ്ങളോട് അരുളി ചെയ്യുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Apart from me, you can do nothing. Apart from me, you can do nothing. എന്നെ കൂടാതെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവമേ, ഞങ്ങൾക്ക് കിരീടമായി നീ തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സമയം ഓർക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ചിലരെങ്കിലും വൈദിക ശുശ്രൂഷയിലേക്ക് വന്നതോർത്തും നിന്നെ സ്തുതിക്കുന്നു. ആത്മനിറവുള്ള കുഞ്ഞുങ്ങളായി ഒരു വൈദികൻ്റെ കൊച്ചമ്മയുടെ ആത്മനിറവുള്ള മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തീരണമേ. സമൂഹം അവരെ നോക്കുന്നത് വൈദികൻ്റെ മകൻ, കൊച്ചമ്മയുടെ മകൻ, വൈദികൻ്റെ മകൾ, കൊച്ചമ്മയുടെ മകൾ, ആ പേരിന് തീർത്തും അവർ യോഗ്യരായി തീരണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നീ മുഖാന്തരം നിൻ്റെ പിതാവിനെയും നിൻ്റെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോൾ എന്നേക്കും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ
മോബായുടെ വൈസ് പ്രസിഡൻറ്റ് വൈദിക സെമിനാരിൽ എൻ്റെ തൊട്ട് താഴത്തെ ക്ലാസ്സിൽ എൻ്റെ സഹോദരനായി പഠിച്ച നമ്മുടെ അയിരൂർ കുറ്റിക്കണ്ടത്തിൽ ജോർജ് മാത്യു അച്ഛൻ, നമ്മുടെ മോബായുടെ ജനറൽ സെക്രട്ടറി, നമുക്കെല്ലാം പ്രിയപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ്റെ കൊച്ചമ്മ ജെസ്സി വർഗീസ് മൈലപ്ര, മോബായുടെ വൈസ് പ്രസിഡൻറ്റ്, വൈദിക സംഘത്തിലെ സീനിയർ വൈദികൻ, ഞാൻ പേരെടുത്തൊന്ന് പറയുകയാണ്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, എൻ്റെ നാടിനടുത്ത പുളുക്കീഴ്, ഞാൻ എടത്വക്കാരനുമാണ്, പാണ്ടങ്കിരി, വൈസ് പ്രസിഡൻറ്റ് തരകനച്ഛൻ, അധ്യാപകന്, അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മ ബേവിക്കുട്ടി തരകൻ കൊച്ചമ്മ. ഞാൻ വൈദിക സെമിനാരിയിൽ 1-ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ 4-ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിയപ്പെട്ട പൗലോസ് അച്ഛൻ, AM പൗലോസ് അച്ഛൻ, അച്ഛൻ്റെ സഹധർമ്മിണി ഏലിയാമ്മ പൗലോസ് കൊച്ചമ്മ ട്രഷറർ. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, കൊച്ചമ്മമാരെ, ബ്രാക്കറ്റ് അമ്മായിമാരെ, എനിക്കങ്ങനെ വിളിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്, അമ്മായി എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റം. കുറച്ചുകൂടി കൊച്ചമാർ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 1500 എന്നൊരു കണക്ക് നമ്മൾ ഏകദേശം, അല്ലെങ്കിൽ അതിന് മേൽ എത്രയും ആയിക്കൊള്ളട്ടെ, പരിശുദ്ധ സഭ ഭാഗ്യവതിയാണ്. 1500 കൊച്ചമ്മ വൈദികരുടെ ജീവിത പങ്കാളികൾ ഒത്തുചേരുമ്പോൾ എത്ര സ്ട്രോങ് ആണ് നമ്മൾ എന്ന് ഞാൻ വിനയപൂർവ്വം ചിന്തിക്കുകയായിരുന്നു. കൊച്ചമ്മയോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അച്ഛൻ്റെ കൊച്ചമ്മ എന്ന് വിളിക്കാൻ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. ഈ കൊച്ചു സഹോദരിമാരെ ഞാൻ കൊച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. ഇവിടെ പലരും ഇരിപ്പുണ്ട്, എന്തിനാ തിരുമേനി അങ്ങനെ വിളിക്കുന്നത്? അത് വളരെ റെസ്പെക്റ്റോടു കൂടിയാണ്. വൈദികൻ സമൂഹത്തിൽ റെസ്പെക്റ്റ് ഒത്തിരി ഉള്ളയാണ്, അംഗീകരിക്കപ്പെടുന്നതാണ്. ആ അച്ഛൻ്റെ ജീവിത പങ്കാളിയെ പേര് ചൊല്ലി വിളിക്കുന്നതിനേക്കാൾ ബഹുമാനപൂർവ്വം കൊച്ചമ്മയെന്നോ അമ്മായിന്നോ വിളിക്കുന്നതിൽ മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർക്ക് തിരുമേനി എല്ലാ സ്നേഹവും എൻ്റെ ആശംസയും നേരുകയാണ്. ഞാൻ ഇവിടെ സ്വാഗത പ്രസംഗ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ എന്നോട് നിങ്ങളോട് പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കും. ദൈവം എനിക്ക് തന്ന ഒരു നിയോഗം. ഞാൻ 10 വർഷം ഹയർ സെക്കൻഡറി SSLC അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്ന കാലഘട്ടം, വൈദികനായിരുന്നപ്പോൾ അനേകം കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തെ വാർത്തെടുക്കാൻ എന്നാൽ കഴിവത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ, പ്ലെയിൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എവിടെയും സഹായിക്കാൻ കൊച്ചമ്മമാരുടെ മക്കൾ, അച്ഛന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ശിഷ്യ സമൂഹം വന്ന് തിരുമേനി വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് സ്നേഹപൂർവ്വം ചോദിക്കും. എന്താ തിരുമേനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? എന്ത് സഹായം? ഇതാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരോട് ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. കുടുംബജീവിതത്തിൻ്റെ, വൈദികൻ്റെ കുടുംബം അർത്ഥവത്തായി, കാരണം ദേവസ്വത്തിന് വേണ്ട വാക്കാണ് കേട്ടോ, ഞാൻ കടമെടുക്കുകയാണ്, അർത്ഥവത്തായി ജീവിതം, സോ മീനിങ് നമ്മുടെ ജീവിതം ആയിത്തീരും. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം വളരെ ചിന്തോദ്ദീപകമാണ്. അതിൻ്റെ ഷോർട്ട് ആൻഡ് ഫോമാണ് നമുക്ക് ഫ്ലെക്സിൽ നമുക്ക് ക്യാച്ചിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ചിന്താവിഷയം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം, ഞാൻ അതിൻ്റെ പൂർണ്ണമായി അതൊന്ന് വായിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം
എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇത് കർത്താവിൻ്റെ വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വാക്കായി ഉച്ചരിക്കുക. എബ്രായ ലേഖന കർത്താവ് ആരെന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ തർക്കമുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പഠന വിഷയമല്ല. എബ്രായ ലേഖന കർത്താവ് അരുളി ചെയ്യുന്ന അല്ലെങ്കിൽ ആശംസിക്കുന്ന ഈ വാക്യം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കാൻ. ജീവിക്കും. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യം നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് എഴുതണം. എന്താ തൊട്ടു മുമ്പുള്ള വാക്യം എന്നറിയാമല്ലോ? ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. 37 വാക്യമാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. സോ നമ്മുടെ ജീവിതം, നാം ജീവിക്കുന്നത് വരുവാനുള്ളവൻ വരാൻ പോകുന്നു, താമസിക്കത്തില്ല. അവനെ എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ആരാണ് ഈ വാക്യം? പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി വൈദികരായ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എസ്കറ്റോളജി, ഇംഗ്ലീഷിൽ എസ്കറ്റോളജി, സഭയുടെ പ്രതീക്ഷയാണ്, കൊച്ചമ്മയുടെ പ്രതീക്ഷയാണ്. വരുവാനുള്ളവൻ വരുന്നു, താമസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നീതിയിലും വിശ്വാസത്തിലും ജീവിക്കും. വരുവാനുള്ളവൻ, അവനെയാണ് ക്യാച്ച് ചെയ്യാൻ പോകുന്നത് സഭ. എസ്കറ്റോളജി എന്ന വാക്ക് അത് ഗ്രീക്ക് വാക്കാണ്. ഇംഗ്ലീഷ് എങ്ങനെ എഴുതാം? സ്പെല്ലിംഗ് ESCHATOLOGY, എസ്കറ്റോളജി. നിങ്ങൾ അച്ഛന്മാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എസ്കറ്റോളജി. അങ്ങനെ കേട്ടിട്ടുണ്ടോ? സഭ എസ്കറ്റോളജിയുടെ ജീവിതമാണ് നയിക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വരവെന്നാണ് എസ്കറ്റോളജി. സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവ്. ആരുടേത്? മണവാളൻ. നമ്മൾ മണവാട്ടിമാരാണ്. വി ആർ ബ്രൈഡ്സ് ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം ഈസ് കമ്മിങ്. ഇമ്മനൻറ്റ്, ഉടൻ വരുന്നു. ഇമ്മനൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക്. ഇമ്മനൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഓൺ എ സഡൻ, അടുത്ത നിമിഷം. ഇമ്മനൻറ്റ്. സോ വി ആർ റെഡി. എങ്ങനെ? നീതിയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. എസ്കറ്റോളജി. നമ്മുടെ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് പറയുന്ന കമ്മ്യൂണിറ്റി, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണെന്നറിയാമോ? കമ്മ്യൂണിറ്റി ഓഫ് എസ്കറ്റോളജി. എവിടെയും പറയണോ അത്? പെന്തിക്കോസ്തുകാർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ല. നമ്മളാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്, നമ്മുടെ ആരാധനയിലുണ്ട്. അതെ, അതുകൊണ്ട് കൊച്ചമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ കുടുംബത്തെ പ്രതീക്ഷയോടെ ഈ അവൻ്റെ വരവിനായി ഒരുക്കണം. അച്ഛനെയും ഒരുക്കണം, അച്ഛൻ കൊച്ചമ്മയെയും ഒരുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കണം. അത് സഭയുടെ ധർമ്മമാണ്. സമൂഹത്തെ, ലോകത്തെ അവൻ്റെ വരവിനായി പ്രതീക്ഷയോടെ ഒരുക്കുക, തയ്യാറാക്കുക. ഇതാണ് ഒരു കൊച്ചമ്മയുടെ, വൈദികൻ്റെ ജീവിത പങ്കാളിയുടെ ധർമ്മം. എന്ത്? എസ്കറ്റോളജി. അവൻ വരുന്നു. വേദപുസ്തകം അവസാനിക്കുന്നത് എങ്ങനെ? ഒരു പ്രാർത്ഥനയോടെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ? വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗം എന്താ പറയാം? കർത്താവേ വരണമേ, മറനാഥ. സുറിയാനി ആ വാക്ക് പരിചിതമല്ലേ? മറനാഥ. അത്ത ഏസോ എന്ന സുറിയാനി വാക്ക്. ഏസോ വന്നു. അതിൻ്റെ ആഡ്ജക്റ്റീവ് രൂപമാണ് വരണമേ. ഏസോ അതിൽ നിന്ന് വരുന്നതാണ് ആത്ത. മോറാൻ ആത്ത, ഞങ്ങളുടെ കർത്താവേ. മോറാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ കർത്താവ്. മൊറിയോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മൊറിയോ കർത്താവ്. മൊറിയോ കർത്താവ്. മൊറാൻ ഞങ്ങളുടെ കർത്താവ്. മൊറാൻ ആത്ത, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ വരണമേ. ഇത് ഓർത്തഡോക്സ് സഭയുടെ എന്നുമുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസ പ്രമാണത്തിലില്ലേ? രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കും. എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നു, വൈദികൻ്റെ കുടുംബം
എങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ്? നിങ്ങളോട് ആരോട് ചോദിച്ചാലും കൊച്ചന്മാർ ധൈര്യത്തോടെ പറയണം, ഞങ്ങൾ എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റിയാണ്. അവൻ്റെ വരവാണ് പ്രധാനം. അവൻ വാഗ്ദാനം ചെയ്തു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നത് നല്ലത് ഇല്ലേ, ഞാൻ പോയിട്ട് വീണ്ടും വരും, വീണ്ടും വരും നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ, സഭയെ കൂട്ടിച്ചേർക്കാൻ, അവൻ്റെ രാജ്യത്തിന് അവകാശികളാക്കാൻ അവൻ വീണ്ടും വരും. അപ്പോൾ അവൻ്റെ വരവിനെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നീതിയിൽ, വിശ്വാസത്തിൽ, നമ്മുടെ ചിന്താവിഷയം അതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നീതിയിലും വിശ്വാസത്തിലുമുള്ള ജീവിതമാണ് ഓർത്തഡോക്സ് സഭയുടെ ജീവിതം. അതിൻ്റെ ഉദാത്തമായ, തൊട്ട് കുറിക്കാവുന്ന, തൊട്ട് മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ തൊടാവുന്ന ഉദാഹരണമാണ് കൊച്ചമ്മമാർ. നിങ്ങളെ തൊടാൻ പോകുന്നതല്ലേ, നിങ്ങൾ തൊട്ട് പറയാം, ഈ അച്ഛൻ്റെ കൊച്ചമ്മ, ഞങ്ങളുടെ കൊച്ചമ്മ എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുന്ന കൊച്ചമ്മയാണ്. എവിടെ അത് തുടങ്ങുന്നു? കുടുംബത്തിൽ, വീട്ടിൽ കുഞ്ഞുങ്ങളെ പ്രതീക്ഷയോടെ ഒരുക്കുകയാണ്, വൈദികനെയും ഒരുക്കുകയാണ്. ഞാൻ പറയും, അച്ഛന്മാർക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. അച്ഛന്മാരുടെ ജീവിതത്തിൽ ആ ജീവിത പങ്കാളിക്ക് എന്ത് പങ്കുണ്ട്. അച്ഛൻ്റെ കുപ്പായം തേച്ച് കൊടുക്കുന്നു. ഞാൻ ഇനി പ്രായോഗിക ജീവിതത്തിലേക്ക് വരാം. അച്ഛനെ ഒരുക്കുന്നു. കുർബാനയുള്ളപ്പം അച്ഛൻ മൗനമായിട്ടിരിക്കുന്നു, അച്ഛനോട് ചേർന്ന് ഒരുങ്ങുകയാണ്. കുർബാനയിലൊന്നും അച്ഛനെ ശല്യപ്പെടുത്താനൊക്കത്തില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പോകും. നോ പഠിക്കാൻ ഇല്ലേ. വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഞാനും ഈ വൈദിക സംഘവും, ഞങ്ങളുടെ വൈദികർ ഞങ്ങൾ എത്രമാത്രം ഒരുക്കത്തോടെ. അപ്പം കൊച്ചമ്മ അതേക്കുറിച്ച് ബോധവതിയാണ്. ഞാനൊരു ഉദാഹരണം സൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ. അപ്പം നമ്മളെങ്ങനെ അച്ഛനെ ഒരുക്കുന്നത് ചോദിക്കാം. നമ്മൾ ക്വയറ്റായിട്ടിരിക്കുക അല്ലേ, അത് അച്ഛനെ ഒരുക്കുന്നതിൻ്റെ ഒരു ഭാഗമല്ലേ. കുർബാന ചൊല്ലാൻ പോകുന്ന അച്ഛനെ കൊച്ചമ്മ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല. എങ്ങനെ ഒരുക്കുന്നു? അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഏറ്റവും ആരാധനകളുടെ ആരാധന, കൂദാശകളുടെ കൂദാശ, എല്ലാത്തിൻ്റെയും പൂർത്തീകരണം. വിശുദ്ധ കുർബാനയിലേക്ക് ഒരുങ്ങുന്ന അച്ഛനെ കൊച്ചമ്മയ്ക്ക് ഒരുക്കാൻ സാധിക്കും അല്ലേ. കുഞ്ഞുങ്ങളോട് പറയണം, അച്ഛന് കുർബാനയുണ്ട് മക്കൾ. അവിടെ സൂത്രഹ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ ഒരുങ്ങുകയാണ്. നല്ലൊരു ഉദാഹരണമാണ്. കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുക. അപ്പോൾ എത്ര ഒരുക്കത്തോടെ നമ്മൾ ആ ഒരുക്കത്തെ നമ്മൾ മാനിക്കുന്നു. കൊച്ചമ്മ, ഞാൻ മാനിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി അർപ്പിക്കാൻ പോകുന്ന, സഭയ്ക്കും ലോകത്തിനുമായി അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധ കൂദാശയെ, അതിനെ താങ്ങുന്നു പ്രാർത്ഥന കൊണ്ട്. അവിടെ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അച്ഛനെ മൗനത്തോടെ നമ്മളും സ്വീകരിക്കുന്നു. ആ ബന്ധം ആ രീതിയിൽ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? അല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. കുർബാന ചൊല്ലാൻ പോകുന്ന അച്ഛനെ സഹായിക്കുന്നു കൊച്ചമ്മ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതമാണ് വലുത്. ജീവിക്കുക എന്നതന്നെ. ദിദിമോസ് ബാബ തിരുമേൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ വലിയ ബാബ തിരുമേൻ്റെ അടുത്ത്. തിരുമേനിയുടെ നിങ്ങളോട് എന്നോട് എപ്പോഴും തിരുമേൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കുഞ്ഞെ, മോനെ, മോളെ, അല്ലെ കൊച്ചമ്മേ, ജീവിക്കുക എന്നുള്ളതാണോ വലുത്, ജീവിതമാണോ വലുത്? അങ്ങനൊരു ചോദ്യമുണ്ട് അല്ലേ. ലിവിങ് ആൻഡ് ലൈഫ്. ലിവിങ് എവരിഡേ നമ്മൾ ചെയ്യുന്നതല്ലേ ജീവസന്ധാരണം. ജീവസന്ധാരണത്തിനായിട്ട് ഓരോ ദിവസം തള്ളിവിടുന്നതിനെ എന്ത് പറയുന്നു? വി ആർ ലിവിങ് ഇല്ലേ? അതാണോ വലുത്? മറ്റേ ചോദ്യം എന്താ? ജീവിതമാണോ വലുത്? ലൈഫ്. ബാബ തിരുമേനി എന്നോടും ചോദിച്ചിട്ടുണ്ട്. അച്ഛനായിരുന്നപ്പോൾ നമുക്ക് തിരുമേനി പറയും, തിരുമേനിയുടെ പ്രസംഗം തന്നെയാണ്, ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലിവിങ് എന്നുള്ളത് ഒന്നുമില്ല കാര്യമാക്കണ്ട. ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ പരിശുദ്ധൻ. മലങ്കര മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൗരഭ്യം പരിശുദ്ധ പരിമല തിരുമേനി. ലൈഫ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചില പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിയേൽപ്പിക്കുന്നതിന് മുമ്പ് നെഹ്റുവിൻ്റെ കൂടെ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ കൂടെ ദി അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ, ഇവർ രണ്ടുപേരും കൂടെ, ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേൽ, ഇവർ രണ്ടുപേരും കൂടെ ഗാന്ധിജിയുടെ അടുത്ത് ഡൽഹിയിൽ
അപ്പം ഗാന്ധിജി ക്ഷീണിതനായിട്ടിരിക്കുക. ഗാന്ധിജി മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ഒറ്റ കാരണം കൊണ്ട്. എന്താണെന്ന് പറയാമോ? ഹിന്ദു മുസ്ലിം ലഹളയുണ്ടായി, രാജ്യം മുറിക്കപ്പെട്ടു. പാകിസ്ഥാൻ, ഇന്ത്യ, ഹിന്ദു മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ടായി. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു. രാജ്യം മുറിക്കപ്പെട്ടു. ജനങ്ങൾ രണ്ടായി. ജീവിതത്തിൽ ഗാന്ധിജിയെ വേദനിപ്പിച്ചതും ഗാന്ധിജി കരഞ്ഞതും അവിടെയാണ്. ഗാന്ധിജി അതിനു മുമ്പ് കരഞ്ഞിട്ടില്ല. സായിപ്പിൻ്റെ ബൂട്ട് കൊണ്ട് ഗാന്ധിജിയുടെ താടിയലിന് ഇടിയേറ്റ് പല്ല് കൊഴിഞ്ഞു വീണപ്പോൾ ഗാന്ധിജി കരഞ്ഞില്ല സൗത്ത് ആഫ്രിക്കയിൽ. പക്ഷേ ഗാന്ധിജി കരഞ്ഞു എപ്പോൾ? ഭാരതം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ. ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയുണ്ടായി, ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രപിതാവ് കരഞ്ഞു. പിന്നീട് അദ്ദേഹം തളരുകയാണ്, വയ്യാതായി. രാജ്യം സ്വതന്ത്രമായി. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വന്നു, ഉരുക്കു മനുഷ്യനുണ്ട്, പോവുകയാണ്. അപ്പോൾ നെഹ്റുവിന് തോന്നി ഈ രാജ്യം, ഭാരതമണ്ണ് അഹിംസയുടെയും സത്യത്തിൻ്റെയും പാത സ്വീകരിച്ച ഗാന്ധിജിയുടെ മണ്ണാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരനുഗ്രഹം കൂടെ വാങ്ങാം. 2 അനുഗ്രഹങ്ങൾ ഗാന്ധിജി ഭാരതത്തിലെ ജനതയ്ക്ക് നൽകി. 2 സന്ദേശങ്ങൾ: സത്യ, അഹിംസ. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്, സത്യ, അഹിംസ. അത് കഴിഞ്ഞപ്പോൾ നെഹ്റുവിന് തോന്നി ഗാന്ധിജിയുടെ ജീവിതം ഏറെ നാളില്ല. ഈ രാജ്യത്തിന് വേണ്ടി, ജനകോടികൾക്ക് വേണ്ടി ഒരനുഗ്രഹം കൂടെ വാങ്ങാം. അതുദ്ദേശിച്ചെന്നതാണ്. ഗാന്ധിജി വളരെ ക്ലേശിതനാണ്, ദുഃഖിതനാണ്, ക്ഷീണിതനാണ്. പക്ഷേ ഗാന്ധിജിയുടെ അടുത്ത് ചെന്ന പ്രൈം മിനിസ്റ്റർ, ഉരുക്കു മനുഷ്യൻ, 2 പേരും ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിച്ചു. എന്നിട്ട് തല പതുക്കെ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ഭാരത മണ്ണിന് വേണ്ടി ഒരു സന്ദേശം കൂടെ അങ്ങ് തരണമേ. ഭാരത മണ്ണിന് വേണ്ടി, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് 2 സന്ദേശങ്ങൾ, അനശ്വരമായ സൂക്തങ്ങൾ നൽകി. 3ാമതൊരു സന്ദേശം ഗാന്ധിജിക്ക് പറയാൻ പ്രയാസമുണ്ട്. വളരെ ചുണ്ടുകൾ ചലിപ്പിച്ച് വിറയാർന്ന രൂപത്തിൽ ഗാന്ധിജി പറഞ്ഞ അനശ്വര സൂക്തമാണ്. നിങ്ങൾക്കറിയാം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഗാന്ധിജി, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതിനേക്കാൾ വലിയൊരു സന്ദേശം ഒരു മഹാനും ലോകത്തിൽ നൽകിയിട്ടില്ല, ഇല്ലേ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. വിറയാർന്ന രൂപത്തിൽ അത് പറഞ്ഞു. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു. അതും എല്ലാം ഇതിൻ്റെ കോയിൻസിഡൻസാണ്. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ മന്ത്രർ, നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. പ്രാർത്ഥനാ മന്ത്രിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മതഭ്രാന്തനായ നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു. ഗാന്ധിജി അവസാനം ഉച്ചരിച്ച വാക്ക് ആ ടൂമ്പിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ രാജ്ഘട്ടിൽ പോയിട്ടുണ്ടല്ലേ, ഡൽഹിയിലെ? ഞാനും പോയിട്ടുണ്ട്, ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. രാജ്ഘട്ട് അതിലെഴുതിയിട്ടുണ്ട്, ഹേറ, ഈശ്വരനെ വിളിച്ചോണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു ലിവിങ് ആൻഡ് ലൈഫ്, ഒരു കൊച്ചമ്മ കുടുംബത്തിൽ ജീവിക്കുന്നു, വൈദികൻ മെത്രാപ്പൊലീത്ത ജീവിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ ജീവിതമല്ലേ വലുത്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നീതിമാൻ, ഒന്നുകൂടെ ഒക്കെ പറഞ്ഞേ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിതം കൊച്ചമ്മയുടെ, അമ്മയുടെ ജീവിതം. ഞാൻ ഒരു നല്ല ഉപഹാരം നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു നല്ല മകൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് വളരെ അനശ്വരമാണ്. ഗാന്ധിജിയുടെ സ്ഥാനത്ത് തന്നെ യുഎസ്എയിലുള്ള അവിടുത്തെ രാഷ്ട്രപിതാവ് ആരാ? ലിങ്കൺ, ഏബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റ് ആയപ്പോൾ ആദ്യം എഴുതിയ സെൻറ്റൻസ് അമ്മയെക്കുറിച്ച്. കൊച്ചമ്മമാർക്ക് തിരുമേനി നൽകുന്ന ഒരു ഉപഹാരം. ലിങ്കൺ ദ ഗ്രേറ്റ്, യുഎസ്എയുടെ രാഷ്ട്രപിതാവ് ഏബ്രഹാം ലിങ്കൺ ദ ഗ്രേറ്റ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അറിയാമല്ലോ, ഗാന്ധിജിക്ക് മുമ്പ് 1860കളിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകുന്നത്. 1860 ശേഷം 1860 ശേഷം അദ്ദേഹം വൈറ്റ് ഹൗസിൽ ആദ്യത്തെ ബ്ലാക്ക്, അവരുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അമേരിക്കയുടെ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? വൈറ്റ് ഹൗസ്
അതാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി. ഇപ്പോഴും അത് തന്നെ, വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിൽ അദ്ദേഹം തൻ്റെ കസേരയിൽ ഓത്ത് ടേക്കിംഗ് സെറമണി, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് നേരെ വന്ന് ആ കസേരയിൽ ഇരുന്നിട്ട് തൻ്റെ ഡയറി തുറന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ അമ്മയ്ക്കാണ് ഉപഹാരം. മനോഹരമാണ് ആ സെൻറ്റൻസ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം എഴുതി: വാട്ട് എവർ ഐ ആം ആൻഡ് വാട്ട് എവർ ഐ ഹോപ്പ് ടു ബി, ഐ ഓ ടു മൈ മദർ. വളരെ സിമ്പിൾ സെൻറ്റൻസാണ്. വാട്ട് എവർ ഐ ആം ആൻഡ് വാട്ട് എവർ ഐ ഹോപ്പ് ടു ബി, ഐ ഓ ടു മൈ മദർ. എന്താ മലയാളം തർജ്ജിമ? നമുക്ക് തർജ്ജിമയാണല്ലോ, ഈസിയാണത്. ഞാൻ എന്തൊക്കെയായി തീരാൻ ആശിക്കുന്നുവോ അതിനെല്ലാം ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്മാർ എന്നോട് യോജിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് വൈദികൻ കൊച്ചമ്മ, നമ്മൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അമ്മയ്ക്ക് കൊടുത്താൽ അച്ഛനൊട്ടും സങ്കടമില്ല. കാരണം ഈ കുടുംബത്തെ, വൈദികൻ്റെ കുടുംബത്തെ രൂപപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും കൊച്ചമ്മയാണ്. വാട്ട് എവർ ഐ ആം ആൻഡ് വാട്ട് എവർ ഐ ഹോപ്പ് ടു ബി, ഐ ഓ ടു മൈ മദർ. ഞാൻ എന്തൊക്കെയായി തീരാൻ ആശിക്കുന്നു അതിനെല്ലാം ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. പ്രിയ അച്ഛന്മാരെ, കൊച്ചന്മാരെ, അച്ഛന്മാരോട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സംബോധന ചെയ്യും. നമ്മുടെ മകൻ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു, നമ്മുടെ മക്കളിൽ ചിലരൊക്കെ വൈദികരായിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മക്കൾ വൈദികരായ അച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ മക്കൾ, മോനോ മോളോ, ഈ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ ജീവിതത്തിൽ ലോകത്തിന് കൊടുക്കുന്നു എങ്കിൽ ഞങ്ങളുടെ കൊച്ചുമാരുടെ കുടുംബ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നല്ല, അർത്ഥവത്തായി ജീവിക്കുന്നു. ആ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റുപാടും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചമാർ, ഈ ബസ്കിയോമോ വാക്കിൻ്റെ അർത്ഥം ഇനി നമുക്ക് വിശകലനം ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ബസ്കിയോമോ എന്താണ്? ഉടമ്പടിക്കാരി ഇല്ലേ? ദൈവവും നാമുമായിട്ടുള്ള ഒരു ഉടമ്പടിയെ ബന്ധിപ്പിക്കുന്ന, വൈദികൻ ദൈവമുമ്പാകെ എടുത്ത ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിക്ക് സാക്ഷ്യം നിൽക്കുന്ന ഉടമ്പടിക്കാരിയാണ് കശീശായുടെ പത്നി, ആചാര്യൻ്റെ പത്നി. നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം, നിങ്ങളാണ് കാരണം. ഒരു വീട്ടിൽ ചെയ്യുന്നു, നമ്മുടെ അച്ഛൻ്റെ കൊച്ചമ്മ വന്നിരിക്കുന്നു. വേറൊരു സ്ത്രീ വന്ന അത്രയില്ലല്ലോ. എന്തൊരു മാനം! എന്തുകൊണ്ടാണ്? എലിസബത്ത് പറഞ്ഞതുപോലെ, എലിസബത്ത് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള. അത് തന്നെ എൻ്റെ കർത്താവിൻ്റെ അമ്മ. കൊച്ചമ്മയെ കാണുന്നത് വൈദികൻ്റെ പത്നി, അതായത് കർത്താവിൻ്റെ അടുത്ത ആളിൻ്റെ പത്നി. അതുകൊണ്ടാണ് കയറ്റി മാന്യസ്ഥാനത്തിരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ ഏർപ്പാടാക്കി. എത്ര സ്നേഹപൂർവ്വം നമ്മളെ ഈ സമൂഹം, ഈ പൊതുസമൂഹം അല്ല, പരിശുദ്ധ സഭയുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടിയുണ്ട്, നിങ്ങൾ നല്ലപോലെ ഏറുവെക്കുന്നുണ്ട് അല്ലേ? നല്ലപോലെ മാവേല കല്ലെറിയല്ലേ? മാവേല കൊച്ചന്മാർക്ക് കിട്ടും വൃക്ഷത്തിന് നേരെ മനുഷ്യൻ കല്ലെറിയത്തുള്ളൂ. അതുതന്നെയാണ്, ഫലമുള്ള വൃക്ഷത്തിന് നേരെ മാത്രമേ മനുഷ്യൻ കല്ലെറിയത്തുള്ളൂ. ഫലമില്ലാത്ത വൃക്ഷത്തിന് നേരെ കല്ലെറിഞ്ഞിട്ട് എന്താ കാര്യം? അത് തന്നെ. അതുകൊണ്ട് കൊച്ചുമാരെ, നല്ല ഫലങ്ങൾ എന്താ? ആരാ നമ്മുടെ ഫലം? നമ്മുടെ കുഞ്ഞുങ്ങളാണ് നല്ല ഫലങ്ങൾ. ആ കുഞ്ഞുങ്ങൾ നല്ലവരാണ്. അച്ഛൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ നല്ല സർട്ടിഫിക്കറ്റ് അല്ലേ? അച്ഛൻ്റെ വീട്. ഇന്ന് പലരും വളരെ തീഷ്ണതയോടെ, ദാഹത്തോടെ നോക്കുന്നത് കുടുംബജീവിതം തകരുമ്പോൾ, നമ്മുടെ ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് കൊച്ചുമാരെ നാം എല്ലാവരും. ശൈഥില്യം, കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം വികലമാകുന്നു. ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, തകർന്നു പോകുന്നു. ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടൻ ഡൈവോഴ്സാണ്. അച്ഛന്മാരുടെ കുഞ്ഞുങ്ങൾക്കില്ല, ഇല്ല. കൊച്ചന്മാരുടെ കുഞ്ഞുങ്ങൾക്കില്ല, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അത് ഞാൻ
ഒരു പ്രസ്താവന അല്ലെങ്കിൽ തറപ്പിച്ച് പറയുക. അച്ഛൻ്റെ മക്കൾ, മോളോ മോനോ ആരുമായിക്കൊള്ളട്ടെ, വിവാഹ ജീവിതത്തിലേക്ക് ശൈഥല്യമില്ല. കാരണം ശൈഥല്യം സംഭവിക്കേണ്ടതല്ല. വൈദികൻ നമ്മളെ പഠിപ്പിച്ചത് കൊച്ചുമ്മ ആ കുഞ്ഞുങ്ങൾ പറയും അതേ ഫലം. പക്ഷേ ലോകം നമ്മളെ ചെളിവാരി എറിയും, കല്ലെറിയും, ഏക്കാൻ തയ്യാറാണ്. കാരണം നീതിക്കും സത്യത്തിനും വേണ്ടിയാണ് കൊച്ചമ്മൻ ജീവിക്കുന്നത്. നീതിക്കും സത്യത്തിനും വേണ്ടി ജീവിക്കുമ്പോൾ കല്ലേറുണ്ടാവും. അത് ഓർത്ത് ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അതിനുള്ള കല്ലേറ് ഏതെങ്കിലും എന്താ പറയുന്നത്, കന്മഷമോ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, കന്മഷം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പെർവേർട്ടഡ് ആവുകയോ ഇംഗ്ലീഷിലാവുകയൊക്കെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അർത്ഥം നിങ്ങൾക്കറിയാം. പെർവേർട്ടഡ് ലൈഫ്, അർത്ഥം മനസ്സിലായല്ലോ. പെർവേർട്ടഡ്, കന്മഷമുള്ള, പെർവേർട്ടഡായ. നമുക്ക് വേണ്ടതെന്താ? കന്മഷമില്ലാത്ത, ദുഷിപ്പില്ലാത്ത. പെർവേർട്ടഡ് ആകുക എന്ന് പറഞ്ഞാൽ ദുഷിക്കുക എന്നാണ്. പെർവേർട്ടഡ് ആകുക, ദുഷിപ്പില്ലാത്ത, കന്മഷമില്ലാത്ത ഒരു കൊച്ചമ്മ ജീവിതം. ആ ജീവിതം വൈദികൻ്റെ ഇടയ ശുശ്രൂഷയ്ക്ക് ആക്കം കൂട്ടും. നിങ്ങളെ കൊച്ചമ്മമാരെ നിന്നും അതിൻ്റെ പേരിൽ അച്ഛനേൽക്കുന്ന ഏറും നിങ്ങളേൽക്കുന്ന ഏറും ദൈവനാമം മഹത്വപ്പെടും. ആ ദൈവനാമം മഹത്വത്തിനാണ്. ഏത് കന്മഷമില്ലാത്ത, ദുഷിപ്പില്ലാത്ത ജീവിതത്തിൽ നമ്മളേൽക്കുന്ന കല്ലേറുകളും പഴിയും ദുഷിയും ചീത്തവിളിയും എല്ലാം. ഒരച്ഛൻ, നമുക്കറിയാം കൊച്ചുമാരെ, നിങ്ങൾ അച്ഛന്മാരോട് ചോദിക്കുക, തിരുമേനോടും ചോദിക്കുക. ഒരു ഇടവക, കൊച്ചൊരിടവകയെ ഇന്നത്തെ പ്രയാസമാണ്. പണ്ടൊക്കെ നമ്മുടെ വലിയച്ഛന്മാരുടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്, വലിയച്ഛന്മാർ, തരകനച്ഛൻ. അവർക്ക് ചോദിക്കാം, ആ കാലഘട്ടത്തിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ ദൂരത്തെ അച്ഛനെ കാണുമ്പോൾ എന്തൊരു പഥ്യം. പാണ്ഡഗിരി പള്ളിയിൽ, എൻ്റെ പള്ളിയിൽ 2-3 വള്ളം കയറി, കൊച്ചുവെള്ളം, കൊതുമ്പ് വള്ളത്തെ വേണം അച്ഛന്മാരെ കൊണ്ടുവന്ന്. എൻ്റെ വികാരി പ്രിയപ്പെട്ട ജോർജ് പനക്കാമറ്റ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഇരിക്കുന്ന അച്ഛന്മാരിൽ എൻ്റെ വികാരിയായിരുന്നു തങ്കൻ എന്ന് പറയുന്ന മൂപ്പൻ. കൊച്ചുവള്ളത്തെല്ലാം കൊണ്ടുപോകും അച്ഛന്മാർ. എന്തൊരു ബഹുമാനമാണ്. ഓരോ വീടിൻ്റെയും വാതിൽ വഴി വള്ളം പോവുക. എൻ്റെ വീടിൻ്റെ മുന്നിൽ തോടാണ്, പുറകിൽ തോടാണ്. ഈ ആണ് ഹിന്ദുക്കളും എല്ലാവരും ആണ് അച്ഛൻ വരുന്നത്. പാണ്ഡഗിരി പള്ളിയിലെ അച്ഛൻ വരുന്നത്. ആ ഒരു റെസ്പെക്റ്റ് റോഡെല്ലാം ടാർ ചെയ്തപ്പോഴത്തേക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നഷ്ടപ്പെടുന്നു. റോഡ് ടാർ ചെയ്തതുകൊണ്ടല്ല, എന്താ എൻ്റെ കാരണം. അപ്പം നമുക്കത് വീണ്ടെടുക്കണം. നമ്മുടെ ഇതുപോലുള്ള കൂട്ടായ്മയെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക്, നമ്മുടെ നീതി, ഇനി നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഗാന്ധിജിയുടെ നീതി നമ്മൾ കണ്ടു, നീതിബോധം, അതുപോലെ വിശ്വാസം. ഈ 2 വാക്കുകളാണ്. നീതിമാൻ വിശ്വാസത്താൽ. ഒരു കൊച്ചമ്മ ലൈഫ് ലോകത്തിന് കൊടുക്കുകയാണ്. നീതിയിലും വിശ്വാസത്തിലുമുള്ള ജീവിതം, ലൈഫ്. അച്ഛനും കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ ഒരുക്കുന്ന കാര്യം. പരിശുദ്ധ കൂദാശയ്ക്കായി പോകുന്ന അച്ഛനെ ഒരു കൊച്ചമ്മയ്ക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, നീതിക്ക്, നീതി എന്താ, അതേക്കുറിച്ച് പറയുന്നത്. നീതിമാൻ. എന്തിനാ നമ്മൾ നീതിയിലും വിശ്വാസത്തിലും ജീവിക്കേണ്ടത്? ഹീസ് കമ്മിങ്. ആര്? നമ്മൾ തൊട്ടും പറഞ്ഞ ആ വാക്കെന്താ? എസ്കറ്റോളജി, ഇമ്മനന്റ്. The coming, the second coming of Jesus is imminent. Imminent എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തൊട്ടടുത്തെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ നല്ല വാക്കതാ. തൊട്ടടുത്തെത്തിയിരിക്കുക, അടുത്ത നിമിഷം സംഭവിക്കാം. ഇമ്മനന്റ്, തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. സോ ഓർത്തഡോക്സ് ചർച്ച്, ഞങ്ങളുടെ പൗലോസ് അച്ഛൻ്റെ കുടുംബം, അല്ലെ ഞാനൊരു പേര് പറയുകയാണ്, അലക്സ് അച്ഛൻ്റെ കുടുംബം, ജോർജ് മാത്യു അച്ഛൻ്റെ കുടുംബം, MJ ജോൺ അച്ഛൻ്റെ കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞു നീതിയിലും വിശ്വാസത്തിലും. ആരെ സ്വീകരിക്കാൻ? അവനെ. അതാണ് തൊട്ട് മുകളിലത്തെ വാക്യം. അത് വായിച്ചിട്ട് വേണം ഇത് വായിക്കാൻ. ഇനിയും 37-ാം വാക്യം, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അവൻ ഒട്ടും താമസിക്കില്ല. വന്നു കഴിഞ്ഞു. അല്ലയോ അച്ഛ, അല്ലയോ കൊച്ചമ്മേ, കുഞ്ഞുങ്ങളെ ഒരുങ്ങിക്കൊള്ളുക. ഹീസ് കമ്മിങ്, ഇമ്മനന്റ്. അപ്പോൾ അവനെ എങ്ങനെ സ്വീകരിക്കും? അതാണ് അതിൻ്റെ ഉത്തരം. നീതിമാൻ വിശ്വാസത്തിൽ. നീതിമാൻ്റെ ഇംഗ്ലീഷ് എന്താ? ജസ്റ്റ് മാൻ, ഇല്ലേ? ജസ്റ്റിസ്. ഹീസ് എ ജസ്റ്റ് പേഴ്സൺ.
ഞാനങ്ങ് പറയാം, നമ്മുടെ അച്ഛൻ, ഈസ് അവർ അച്ഛൻ എ ജസ്റ്റ് പേഴ്സൺ, നീതിമാനാണ്. കൊച്ചമ്മ, ഈ കൊച്ചമ്മ, എല്ലാ കൊച്ചമ്മ ജസ്റ്റ് പേഴ്സൺ. ഒരമ്മ ജസ്റ്റ്, നീതിയുള്ള അമ്മയാണ്. വാട്ട് യു മീൻ ബൈ ജസ്റ്റിസ്? ഇത് ഈ ഡെഫിനിഷൻ അച്ഛന്മാരായി ഞങ്ങളെ പഠിപ്പിച്ചത് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. നല്ല മനോഹരമായ ഉദാഹരണമാണ്. വാട്ട് യു മീൻ ബൈ ജസ്റ്റിസ് ഓർ ഹു ഈസ് എ ജസ്റ്റ് പേഴ്സൺ? നീതിമാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ തിരുവചനത്തിലെ വാക്യം നമുക്കറിയാം. പർവ്വത പ്രസംഗത്തിലെ ഒരു വാക്യമല്ലേ? ഏതാ പർവ്വത പ്രസംഗം? കൊച്ചന്മാർ പറഞ്ഞ് സർമൺ ഓൺ ദ മൗണ്ട്, സെന്റ് മാത്യു, വിശുദ്ധ മത്തായി 5, 6, 7 ഇല്ലേ? 5, 6, 7 ഇത്ര അധ്യായങ്ങൾ ഒരുമിച്ചാണ് സർമൺ ഓൺ ദ മൗണ്ട്. അതിൽ 5-ാം അധ്യായത്തിലെ 6-ാം വാക്യം നമ്മുമായി ബന്ധപ്പെട്ട, നമ്മുടെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതി, ജസ്റ്റ് പേഴ്സൺ. എന്താ ജസ്റ്റിസ് ഓർ എ ജസ്റ്റ് മാൻ? പൗലോസ് ഗ്രിഗോറിയോസ് പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ, the rule of God in my heart, that is justice. The rule of God, എന്താ അർത്ഥം? മലയാളം എന്താ? The rule of God, ദൈവത്തിൻ്റെ ഭരണം എൻ്റെ ഹൃദയത്തിൽ. ആണ് ജസ്റ്റ് പേഴ്സൺ. അതായത് നമ്മളെ ഭരിക്കുന്നത് നാമല്ല, പിന്നെ ആരാണ്? ദൈവം. ഹീസ് എ ജസ്റ്റ് പേഴ്സൺ. നമ്മെ ഭരിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത് ഞാനല്ല. എന്നെ നയിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും ഞാനല്ല. ഞാൻ എന്ന സിംഗിൾ ഇൻവെർട്ടഡ് കോമ, അതിനർത്ഥം മനസ്സിലായോ? ഇൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഐ, ഞാൻ. അതായത് ഞാൻ എന്ന അഹന്ത, അതല്ല. അത് നീതിയുടെ ലക്ഷണമല്ല. ഞാൻ നീതിയുടെ ഓപ്പോസിറ്റാണ് അഹന്ത. ഞാൻ അല്ല. ഇനി പൗലോസ് പറഞ്ഞ് നമുക്ക് എഴുതിയെടുക്കാം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. ആയിരിക്കും ഉറപ്പായിട്ടും ആളിനെ എന്ത് വിളിക്കാം? നീതിമാൻ. ഈസ് എ ജസ്റ്റ് പേഴ്സൺ. കാരണം അവനിൽ കന്മഷമില്ല, അവനിൽ അസൂയയില്ല, അവൻ പ്രതികാര ചിന്തയില്ല, അവൻ വിനയമുള്ളവനും താഴ്മയുള്ളവനും ഒക്കെയാണ്. അവനാണ് ദൈവ മനുഷ്യൻ. അങ്ങനെയുള്ളവരെ എന്ത് വിളിക്കുന്നത്? ദൈവ മനുഷ്യൻ. കാരണം ദൈവത്തിൻ്റെ ഭരണം, ദ റൂൾ ഓഫ് ഗോഡ് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആൾ ആരായിരിക്കും? ദൈവ മനുഷ്യൻ. ആളിനെ ദൈവ മനുഷ്യൻ എന്ന് വിളിക്കാം. അവനെ ഭരിക്കുന്നത് അവനല്ല, ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഒരു കൊച്ചമ്മയ്ക്ക് അങ്ങനെ പറയാം, ദ റൂൾ ഓഫ് ഗോഡ് ഇൻ മൈ ഹാർട്ട്. അച്ഛനോട് ചേർന്ന് ഇടയ ശുശ്രൂഷ, ഇടവക ശുശ്രൂഷ, വൈദികൻ്റെ ഇടവക ശുശ്രൂഷയിൽ കൊച്ചമ്മയ്ക്കുള്ള പങ്കാളിത്തം വലുതാണ്. ഒരു വൈദികൻ കന്മഷമില്ലാത്തവനും പെർവേർട്ടഡ് അല്ലാത്തവനും ഒക്കെ ആകുന്നതിന് കൊച്ചമ്മയ്ക്കുള്ള ധാർമ്മികം, എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്തരവാദിത്വം അത് കൊച്ചമ്മ ആദ്യം ഹൃദയത്തിൽ രൂപപ്പെടുത്തുന്നു. എന്ത്? ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കണം. ആ ഇഷ്ടം ഞങ്ങളുടെ കുടുംബത്തിലും നടക്കണം. നിൻ്റെ നീതി, യുവർ റൂൾ, നിൻ്റെ ഭരണം, അല്ലേ? ഭരണം എന്ന് പറഞ്ഞു നമ്മെ വല്ല നീ എന്നെ ഭരിക്കാൻ ഇല്ലേ? അറിഞ്ഞോ അറിയാതെ ചോദിക്കാറുണ്ട്. അച്ഛനോട് ചോദിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഈ ഭാര്യയും ഭർത്താവും നമ്മൾ നീ എന്നെ ഭരിക്കാൻ ആരാ? എന്താ പറയുക? ദൈവം ഭരിക്കട്ടെ, നീ എന്നെ ഭരിക്കാൻ ആരാന്ന് ചോദിച്ചാൽ ഇല്ലേ? ദൈവം ഭരിക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ, ജീവിതത്തെ ഭരിക്കട്ടെ. ദാറ്റ് ഈസ് ലൈഫ്. ഈ ജീവിതമാണ് ഗാന്ധിജി വിഭാവന ചെയ്ത് ഒരു ജനകോടികൾക്ക് മുഴുവൻ നൽകിയത്. ദ റൂൾ ഓഫ് ഗോഡ് ഇൻ മൈ ഹാർട്ട്, ദാറ്റ് ഈസ് ജസ്റ്റിസ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് എ ജസ്റ്റ് പേഴ്സൺ. സോ ഞങ്ങളുടെ അച്ഛന്മാരുടെ കൊച്ചന്മാരൊക്കെ സോ ജസ്റ്റ് യുവർ ലൈഫ്, ജീവിക്കുന്നു എന്നതിനേക്കാൾ യുവർ ലൈഫ് ഈസ് സോ ഫുൾ ഓഫ് എന്താ പറയുന്നത്? ജസ്റ്റിസ്, നീതി. ദൈവം നമ്മളെ വഴി നടത്തട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ, ദൈവത്തിന് ഭരിക്കാൻ ഇടം കൊടുക്കട്ടെ. അപ്പം നമുക്ക് ചോദിക്കാം,
ഇതുവരെ നമ്മൾ ഭരിച്ചുകൊണ്ടെങ്കിരിക്കുക, കുടുംബത്തെയും എല്ലാവരെയും ഭരിക്കുകയാണ്. അമ്മായിയമ്മ, വീട്ടിൽ അമ്മായിയമ്മയുണ്ടല്ലേ? ഓ, അമ്മായിയമ്മ, മരുമകൾ, എന്തൊരു ഭരണമാണത്! നമുക്ക് ഒരുമിച്ച് പറയാം, നമ്മളാരും ഭരിക്കണ്ട, ദൈവം ഭരിക്കട്ടെ നമ്മുടെ വീട്ടിൽ. ദൈവം ഭരിച്ചോട്ടെ. അതെ, തീർച്ചയായിട്ടും ഒരു കൊച്ചമ്മ തുടങ്ങുന്നത് കുടുംബത്തിലാണ്, അവസാനിക്കുന്നത് സഭയ്ക്ക് മുഴുവനുമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബി സീരിയസ്. എനിക്ക് കൊച്ചുമാരോട് പറയാനുള്ളത്, ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജോക്ക്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഒരു സെയിങ് അല്ലേ, നോട്ട് ആൻ ഈസി ജോക്ക്. ഒരു കൊച്ചമ്മയായിരിക്കുക എന്ന് പറഞ്ഞാൽ കളി തമാശയല്ല. അച്ഛന്മാർ ചിരിക്കും ഇല്ലേ, അച്ഛൻ്റെ കൊച്ചമ്മയായിരിക്കുക, സന്തോഷമാണ്. ബട്ട് തിരുമേനി സെയ്സ്, ഐ ആം സെയിങ് ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജോക്ക്. സീരിയസ് ആയിട്ട് തിരുമേനി പറയും. കൊച്ചന്മാർ എന്നെ ഉൾക്കൊള്ളും എന്നാണ് വിശ്വാസം. ഒരു കൊച്ചമ്മ ആയിരിക്കുക എന്ന് പറയുന്നത് കളി തമാശയല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജോക്ക്, സംതിങ് സീരിയസ്. എന്തുകൊണ്ടാണ് സീരിയസ് ആകുന്നത്? കർത്താവിൻ്റെ പ്രതിനിധിയുടെ ഭാര്യ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, അത് കളി തമാശയാണ്. കർത്താവിൻ്റെ ഈ സ്ഥാനം, ഞാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർപ്പെട്ടു. റിയലി സ്പെഷ്യൽ കോൾ ഫ്രം എബവ്, ഉയരത്തിൽ നിന്നുള്ള പ്രത്യേക വിളിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ വിളി, സഭയ്ക്ക് പൊതുവായുള്ള വിളി നമ്മളെല്ലാവരും ഉണ്ട്. ബട്ട് എന്താ സ്പെഷ്യാലിറ്റി? മേൽപ്പട്ടക്കാരൻ, പട്ടക്കാരൻ രണ്ടും സ്പെഷ്യൽ കോൾ ഫ്രം എബവ്, ഉയരത്തിൽ നിന്നുള്ള പ്രത്യേക വിളിയാണ്, യാതൊരു സംശയമില്ല. അതാണ് പട്ടത്വം, സ്പെഷ്യൽ കോൾ. നമ്മളെല്ലാവരും പരിശുദ്ധ മാമോദീസായിലൂടെ നിങ്ങൾ മനസ്സിലാക്കണേ, നമുക്ക് പൊതു പൗരോഹിത്യമുണ്ട്, പിന്നെന്താ പ്രത്യേക പൗരോഹിത്യമുണ്ട്. അത് വിഭജിച്ചറിയാൻ കൊച്ചമ്മക്ക് മനസ്സിലായോ? നമ്മളെല്ലാം പൊതു പൗരോഹിത്യത്തിൽ നമ്മൾ തുല്യ പങ്കാളികളാണ്. എവിടെ നിന്നാണ് പൊതു പൗരോഹിത്യം പ്രാപിച്ചത്? പരിശുദ്ധ മാമോദീസായിലൂടെ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും മണവാളനും ഒക്കെയായി സ്വീകരിച്ചു. ക്രൈസ്റ്റ് ഈസ് മൈ ബ്രൈഡ് ഗ്രൂം, ഐ ആം ദ ബ്രൈഡ്. കൊച്ചമ്മമാർക്കും പറയാൻ, അച്ഛന്മാർ ബ്രൈഡ് ഗ്രൂമായിട്ട് അച്ഛന്മാരുണ്ടെങ്കിലും കൊച്ചന്മാർ പറയും, അച്ഛന്മാരും പറയും, വി ആർ ദ ബ്രൈഡ്സ്, ക്രൈസ്റ്റ് ഈസ് ദ ബ്രൈഡ് ഗ്രൂം. അത് തന്നെ പരിശുദ്ധ മാമോദീസായി. പക്ഷേ ഞാൻ പറയുന്നു, ഈ പൊതു പൗരോഹിത്യത്തിൽ നിന്ന് പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട് മാറ്റി നിർത്തുന്ന ആ ഘടകം, സ്പെഷ്യൽ ഓർഡിനേഷൻ, പട്ടത്വം, ഈ വിളി ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താ? നോട്ട് ആൻ ഈസി ജോക്ക്. കർത്താവിൻ്റെ പ്രതിനിധിയുടെ ജീവിത പങ്കാളി, ഒരു കൊച്ചമ്മ, ഒരമ്മായി. ഈസിയാണോ? തമാശയാണോ? അല്ല, നോട്ട് ആൻ ഈസി ജോക്ക്. നമുക്ക് ഒരുങ്ങാം. ആ പൗരോഹിത്യത്തിൻ്റെ ആ വലിയ ദർശനം, ആ വലിയ ശ്രേഷ്ഠത കൊച്ചമ്മ പ്രാർത്ഥനാപൂർവ്വം ഉൾക്കൊണ്ട് അച്ഛനെ സഹായിക്കുന്നു. ജസ്റ്റിസ്, എ ജസ്റ്റ് പേഴ്സൺ, ഒരു കൊച്ചമ്മ. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിലൂടെ ഞാനൊരു ജസ്റ്റ് പേഴ്സണാവും. ഇതുവരെ ആയിട്ടില്ല. ഒത്തിരി കുറവുകളുണ്ട്, കന്മഷങ്ങളുണ്ട്, ഒത്തിരി ഐ ബിക്കെയിം പെർവേർട്ടഡ്. ഞാൻ പറയുകയാണ്, ഞാൻ ഒത്തിരി പെർവേർട്ടഡായി പോയിട്ടുണ്ട്. ഒത്തിരി കന്മഷങ്ങളുണ്ടായിട്ടുണ്ട്, കുറവുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തിരുത്തി മുന്നേറാൻ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ഒരുങ്ങാം. ഇതുപോലുള്ള കൂട്ടായ്മ ആ ഒരു ജീവിതത്തിൽ, ഇതൊരു ധ്യാന പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സായിട്ടോ എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ കൊച്ചന്മാർക്ക് ഇതൊരു പുതിയ ഒരു ദർശനവും ഒരു കാൽവെയ്പുമായിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചന്മാർ എടുക്കണം എന്ന് തിരുമേനി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, അപ്പോൾ ലൈഫ് എസ്കറ്റോളജി, ഇമ്മനന്റ് കമ്മിങ് ഓഫ് ജീസസ്. നമ്മുടെ ചിന്താവിഷയം അതാണ്. അവൻ വരുന്നത് കൊണ്ടാണ്. അവൻ വരും, അവൻ അടുത്തിരിക്കുന്നു. ഇത് അടുത്തു, മാറാനാഥ. സഭ ഉറക്കെ വിളിച്ച് പറയണേ, വരണമേ വരണമേ മാറാനാഥ. സോ ഹി ഈസ് കമ്മിങ്, ഇമ്മനന്റ്. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. നീതിമാൻ നമ്മുടെ ജീവിതം അവനെ സ്വീകരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? 11-ാം അധ്യായം 1-ാം വാക്യം കൊച്ചന്മാർ ബൈബിളിലുള്ളവരൊന്ന് വായിച്ച്. എബ്രായർ 11:1 അല്ല, വായിച്ചേ, ദിവസം നോക്കി വായിച്ച്. ഒരാൾ യെസ്, എബ്രായ ലേഖനത്തിൽ തന്നെയാണത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അത് നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് കാണാൻ അറിയാം. ഈ വിശ്വാസം എന്താണ്? എന്താ ഉറപ്പ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇതാരെക്കുറിച്ചാണ്? ദൈവത്തെക്കുറിച്ചാണ്. ഉറപ്പാണ്. അവൻ നമ്മിൽ, നമ്മോടുകൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. എന്താണ് വാക്ക്? ഇമ്മാനുവേൽ അല്ലെങ്കിൽ അമ്മാനുവേൽ. വിത്ത് ഗോഡ്. അമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പ്രിയ കൊച്ചന്മാരെ, ദൈവം നമ്മോടുകൂടെ എന്ന് കുടുംബമായി പറയണമെങ്കിൽ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് ദൈവം ആരുടെ കൂടെ? എന്നോടുകൂടെ. കൊച്ചമ്മ ഉറപ്പാക്കേണ്ടതാണ്. എനിക്ക് ആ പോയിന്റിൽ പറയാനുള്ളത്, ഓരോ വൈദികൻ്റെയും ജീവിത പങ്കാളി ഉറപ്പ് വരുത്തുന്നു. മറ്റാരിൽ അന്വേഷിക്കേണ്ട. നമുക്കൊക്കെ ഉള്ളൊരു കുറവാണ്, എനിക്കുണ്ട് കേട്ടോ. ഞാനങ്ങ് പറയാം, ആ ആളിൽ ദൈവം ഉണ്ടോയെന്ന് ഭയങ്കര വ്യഗ്രതയാണ്. ആ ആളിലുണ്ടോയെന്ന് നമുക്ക് അന്വേഷിക്കാം, ഇല്ലേ? അതായത് അവൻ എങ്ങനെ പോകുന്നു, അവൾ എങ്ങനെ പോകുന്നു, അവൻ എങ്ങനെ ജീവിക്കുന്നു, അവൾ എങ്ങനെ ജീവിക്കുന്നു. ഇത് ഭയങ്കര താല്പര്യമാണ് നമുക്ക്. നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കുണ്ട്. എങ്ങനെ പോകുന്നു. പക്ഷേ നമ്മുടെ കുറവെന്താ? ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മൾ അന്വേഷിക്കാറില്ല, ഇല്ലേ? അപ്പുറത്തെ ആൾ, അയൽവക്കത്തെ പെണ്ണ്, അയൽവക്കത്തെ ചെറുക്കൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവൻ, അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ. വിശ്വാസ ജീവിതത്തിൽ കമ്പാരിസൺ ഇല്ല. അതാണ് പറയാനുള്ളത്. വിശ്വാസ ജീവിതത്തിൽ കമ്പാരിസൺ ഇല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ തിരുവചനത്തിലെ ഒരു വാക്യമാണ്. ബാലനായ യേശു 12-ാം വയസ്സിൽ അമ്മയുടെ കൈ പിടിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് അമ്മ കൊണ്ടുപോവുകയാണ്. വളർത്തപ്പൻ യൗസേപ്പും കൂടെയുണ്ട്. നമുക്ക് വേദഭാഗം അറിയാം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. കുഞ്ഞിനെ കൈക്ക് പിടിച്ച അമ്മ ദേവാലയത്തിൽ കൊണ്ടുപോയി. അവിടെ കുഞ്ഞ് ദേവാലയത്തിനുള്ളിൽ കയറി, ഇവരും കയറി. പക്ഷേ കുഞ്ഞ് ആയിരിക്കേണ്ട സ്ഥാനത്ത് കുഞ്ഞിരുന്നു. യേശു തമ്പുരാൻ, ബാലനായ യേശു. അതുകൊണ്ടാണ് അമ്മയോട് ചോദിച്ചത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ല, കുഞ്ഞായിരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഇരുന്നു. അവൻ അവിടെ അങ്ങ് ഇരുന്നു. കൊച്ചു കുഞ്ഞല്ലേ, 12 വയസ്സേ ഉള്ളൂ. അമ്മയും അപ്പനും നേർച്ചയിട്ടു. അമ്മയും അപ്പനും ഞാൻ പറഞ്ഞ എപ്പോഴും ഞാൻ അടിവരയിട്ട് പറയാം, വളർത്തപ്പൻ. അമ്മ കന്യക മറിയാം, വളർത്തപ്പനായ യോസഫ് നേർച്ച കേട്ടു, കാഴ്ച അർപ്പിച്ചു. ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇവർക്ക് അബദ്ധം പറ്റി, അമ്മയ്ക്ക് പ്രത്യേകിച്ച്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോയതാണ്. കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകാറില്ല, അമ്മമാർ ദുഃഖിക്കും. പരിമല പെരുന്നാളിന് എത്രയോ പേര് കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുന്നു. പിന്നെ അനൗൺസ്മെൻ്റായി, ഇല്ലേ? പോട്ടെ. ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അപ്പോഴാണ് അന്വേഷിക്കുന്നത്. ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. പക്ഷെ മനസ്സിൽ വിചാരിച്ചു, കുഞ്ഞ് ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ കൂടെ ചാർച്ചക്കാരും ഒക്കെ ഉണ്ട്, കൂട്ടത്തിൽ കാണും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ കൂട്ടത്തിൽ കാണും എന്ന് അമ്മ വിചാരിച്ചു. കൊച്ചുമാരോട് പറയുന്നത് അമ്മ, ഇത് അമ്മയാണ് കേട്ടോ. അമ്മ 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 നമ്മുടെ കുഞ്ഞ് എവിടെയായിരിക്കണം? ഒരു ചിന്തയാണ്. കൂട്ടത്തിൽ കാണും എന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് അങ്ങനെ വിചാരിക്കാനൊക്കെ കൂട്ടത്തിൽ കാണും. നമ്മുടെ കുഞ്ഞ് കൂട്ടത്തിൽ കാണുന്നതാണ്. എൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ, ഉറപ്പ് വരുത്തിയില്ല. കൂട്ടത്തിൽ കാണും. അയൽക്കാരുടെയും സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെയൊക്കെ കൂട്ടത്തിൽ കാണും. ശരിയാണ്, നമ്മൾ ബലഹീനമായ ചിന്തയെ പോലും നമ്മൾ അയൽക്കാരും എല്ലാം കൂടെ നമ്മൾ പെരുന്നാളിന് വരിക. നമ്മുടെ മാനുഷികമായ ചിന്തയാണ്. അത് മാനുഷികമായി പോയി എന്നുള്ളതാണ്. നോട്ട് ഗോഡ്ലി, ദറ്റ് ഈസ് വേൾഡ്ലി. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഗോഡ്ലി അല്ലെങ്കിൽ ഡിവൈൻ. മറ്റതെന്താ? വേൾഡ്ലി ഗോഡ്ലി. ഈ രണ്ട് വ്യത്യാസം. അമ്മ മാനുഷികമായി ചിന്തിച്ചു. ഒരമ്മയും കുറ്റം പറയാനൊക്കത്തില്ല. അയൽക്കാർ ഒത്തിരി കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അയൽക്കാരത്തെ വീട്ടിലെ അവിടുത്തെ ഞങ്ങളുടെ മോനുണ്ട്, മോളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുമുണ്ട്, എല്ലാവരും കൂടെ അങ്ങ് പോവുകയാണ്. കൂട്ടത്തിൽ കാണും. നമുക്ക് ഇവിടെയാണ് ദൈവം എന്താ
കാണാത്ത കാര്യങ്ങൾ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ. ദൈവം കൂടെയുണ്ടെന്ന് ഓരോ നിമിഷവും കൊച്ചമ്മ ഉറപ്പ് വരുത്തണം. അച്ഛൻ വിജയിച്ചു. ആര് കൂടെയുണ്ടെന്ന്? എന്നിൽ ദൈവം കൂടെയുണ്ട്. കുഞ്ഞു കൂടെ ഉണ്ടായിരിക്കും എന്നല്ല, കുഞ്ഞാര ദൈവമാണ്. അതാണ് നമ്മൾ കൂട്ടി വായിക്കുകയാണ്. ആ കുഞ്ഞാര അത് ദൈവം തന്നെ. അമ്മയെ സൃഷ്ടിച്ച ആളാണ് ആ ബാലനായ യേശു. കന്യമറിയാമിനെയും സൃഷ്ടിച്ചവനാണ് അമ്മയുടെ കൈക്ക് പിടിച്ചു പോകുന്നത്, ഇല്ലേ? ഓർത്തഡോക്സ് സഭ മാതാവിന് കൊടുക്കുന്ന സ്ഥാനമാണ്. അമ്മയുടെ ഉദരത്തിൽ പറന്ന് ബീജഭാവം ചെയ്ത് പ്രസവിച്ച് ആ കുഞ്ഞ് ദൈവമാണ്, സർവത്തെയും പോറ്റുന്നവനാണ്, അമ്മയും സൃഷ്ടിച്ചവനാണ്. ആ കുഞ്ഞിനെയാണ് കൈവിട്ടു പോയത്. അപ്പം അമ്മയ്ക്ക് തെറ്റുപറ്റി. നമുക്കിവിടെ കൊച്ചന്മാർക്ക് തിരുത്താനുള്ള അവസരമാണ്. ദൈവം മറ്റവരിൽ കാണും, കൂട്ടത്തിൽ കാണും എന്നല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നല്ലൊരു വേദഭാഗമാണ്, നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വെക്കുകയാണ്. വിശ്വാസം അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പുമാണ്. ആ വിശ്വാസത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നീതിയും വിശ്വാസവും കൂടിച്ചേർന്ന കൊച്ചമ്മയുടെ ജീവിതം എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തും. പ്രതീക്ഷയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി വൈദികനെ മുമ്പിൽ നിർത്തും. നിങ്ങൾ പ്രാർത്ഥിക്കും, ഈ ജീവിതം അച്ഛൻ്റെ കുടുംബം എന്തായിത്തീരുന്നു. ഞാൻ നിർത്തുകയാണ്. അച്ഛൻ്റെ കുടുംബം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നോക്കുന്ന എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് കൊച്ചമ്മ തൻ്റെ ജീവിതത്താൽ, തൻ്റെ വിശ്വാസവും നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന അനുഭവവും വിശ്വാസത്തിൻ്റെ ഉറപ്പും കൂട്ടിച്ചേർത്ത് ഗാന്ധിജി വിഭാവന ചെയ്ത ലൈഫ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, അത് കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ട അച്ഛനും കൊടുക്കാൻ സാധിക്കും. അതിലൂടെ കൊച്ചമ്മ നല്ല ജീവിത സാക്ഷ്യം. ഒരു വൈദികൻ്റെ ഇടവക ശുശ്രൂഷയോട് ചേർന്ന് കൊച്ചമ്മയ്ക്കും പങ്കുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സാധിക്കും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊരു നിമിഷം പ്രിയപ്പെട്ട റോയി അച്ഛനോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. ജെസ്സി കൊച്ചമ്മയുടെ ഹസ്ബൻഡ് ജെസ്സി കൊച്ചമ്മയും വിളിച്ചു, നിങ്ങൾക്ക് വേണ്ടി ബെസ്ലേം അസോസിയേഷന് വേണ്ടി എന്നെ പലവട്ടം വിളിച്ചു. തിരുമേനി പോകരുത്, ഇനി ഉച്ചകഴിഞ്ഞ് ഇടുക്കിക്ക് പോകണം, അരമനയ്ക്ക് പോകണം. ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചമ്മമാരുടെ കൂടെ കുറച്ച് സമയം അത് ചിലവഴിക്കാം. എൻ്റെ പേഴ്സണലി എല്ലാവരും എൻ്റെ കൊച്ചമ്മമാരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.